വാർത്തകളിലേക്ക്. എമ്പുരാനിലെ ചില രംഗങ്ങളെക്കുറിച്ച് ഉയർന്ന വിവാദം മുതൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വരെ എത്തി നിൽക്കുകയാണ് സമീപകാലത്ത് മലയാള സിനിമയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ. മലയാള സിനിമ രംഗത്തേക്ക് വിദേശ ഫണ്ടിംഗ് നടക്കുന്നു എന്നത് കുറേ കാലമായി നിലനിൽക്കുന്ന ആരോപണമാണ്. ആ ഒരു ആരോപണത്തിന്റെ മറയിൽ സുതാര്യമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് കേന്ദ്ര സെൻസർ ബോർഡ് ഉൾപ്പെടെ ഏജൻസികൾ എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാകുന്നു. തിങ്കളാഴ്ച ഫെഫ്ക ഉൾപ്പെടെ സംഘടനകൾ സമരം ചെയ്യുമ്പോൾ സിനിമാ ലോകം ഒന്നടങ്കം അതിനെ പിന്തുണയ്ക്കുമോ എന്നതും ഉയരുന്ന ചോദ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിന്മേലാണ് കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാന സർക്കാരും കേരളത്തിലെത്തുന്ന ഗവർണർമാരുമായുള്ള പോര് നടക്കുന്നത്. കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്നതെന്ന് വ്യക്തം. ഇസ്ലാം ഫണ്ടമെന്റലിസം മലയാള സിനിമയിൽ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം പൃഥ്വിരാജ് ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. എമ്പുരാൻ വിവാദമായപ്പോൾ ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള മോഹൻലാലിനും കേൾക്കേണ്ടി വന്നു ഈ പഴി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആക്രമണങ്ങളിലൂടെ. വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമ മുൻകാല പ്രാബല്യത്തോടെ നിരോധിക്കുമോ എന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിനോട് നിലവിലെ വിവാദത്തിൽ ഒരു വിഭാഗത്തിന്റെ ചോദ്യം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ മുഖ്യവേഷത്തിലെത്തുന്ന സുരേഷ് ഗോപി MP ഇതുവരെ പരസ്യമായി പ്രതികരിക്കാത്തതും എതിർ വിഭാഗം ചോദ്യം ചെയ്യുന്നു. 2 ദേശീയ അവാർഡുകളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയ നിർമാല്യം ഇപ്പോഴാണ് പുറത്തിറങ്ങിയതെങ്കിൽ എന്താകും കേരളത്തിൽ സംഭവിക്കുക എന്ന് ചിന്തിക്കാൻ കഴിയില്ല. നാം നിത്യജീവിതത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ സിനിമയിൽ കാണിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. പറ്റില്ല എന്നതാണ് ലളിതമായ ഉത്തരം. നാളെ ഒരു ഫിലിം മേക്കറിനും ഇങ്ങനൊരു ദുരവസ്ഥ വരരുത് എന്നുള്ളതാണ്. നിങ്ങൾ പ്രസിഡൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം, നമുക്ക് പട്ടാളം ജാനകി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, സീതാ കല്യാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അനവധി സിനിമകൾ, ജാനകി എന്ന കഥാപാത്രമുള്ള എത്ര സിനിമകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ സാമൂഹിക ചരിത്ര സന്ദർഭത്തിൽ നിന്നും ഇന്നിനെന്താണ് വ്യത്യാസം? അന്നത് പ്രശ്നമില്ല, ഇന്നത് പ്രശ്നം ഉണ്ടാകും എന്ന് പറയുന്നിടത്തല്ലേ യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയല്ലെന്നും തങ്ങളുടെ ബിംബങ്ങളെ അപമാനിച്ചാൽ അത് ചോദ്യം ചെയ്യുമെന്ന് ഒരു വിഭാഗം പറയുകയും ചെയ്യുമ്പോൾ അതിൽ ന്യായം കാണുന്നവരുമുണ്ട്. താരസംഘടനയായ അമ്മയിൽ പോലും കക്ഷി രാഷ്ട്രീയം ഇപ്പോൾ സജീവമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഫെഫ്ക ഉൾപ്പെടെ സമരത്തിനിറങ്ങുമ്പോൾ മലയാള സിനിമാ രംഗം ഒന്നടങ്കം അതിനെ പിന്തുണയ്ക്കുമോ എന്നതിൽ സംശയമുണ്ട്. VV വിനോദ്, News 18.